എന്തേ നീയും വന്നീല, എന്നോടൊന്നും ചൊല്ലീല, അനുരാഗം വീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും. അപ്പോ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട സലീം കുമാർ, അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. ഈ അടുത്താണ്, കുറച്ച് ദിവസമായിട്ടുണ്ട് നമ്മളെ വിട്ടുപിരിയിട്ട്. അദ്ദേഹത്തിന്റെ അകാല മരണം നമ്മളെയൊക്കെ വേദനിപ്പിച്ചു. ഒരുപാട് നല്ല സിനിമകളിലൂടെ, നല്ല കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ചിന്തിപ്പിക്കുകയും രസിപ്പിക്കുകയൊക്കെ ചെയ്ത അതുല്യ കലാകാരൻ നമ്മളെ വിട്ടുപിരിഞ്ഞു. മാത്രമല്ല അദ്ദേഹത്തിന്റെ പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ഒരു കലാകാരൻ ചെയ്ത കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിന്റെ ചില ഇന്റർവ്യൂസിലെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് പറയാൻ ഇവിടെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകൻ, അതായത് ഓൺലൈൻ മീഡിയയുടെ അതിരുകടന്ന പെരുമാറ്റം കാരണം ചൂടായ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴുള്ള മീഡിയാസിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അന്യന്റെ ബെഡ്റൂമിൽ പോലും ക്യാമറ കൊണ്ട് കയറാൻ പഠിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റ വൈകല്യമുള്ള മീഡിയ സുഹൃത്തുക്കളാണ് കൂടുതലുള്ളത്. കാരണം കണ്ടന്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു കണ്ടന്റിന് വേണ്ടി, ഒരു ന്യൂസിന് വേണ്ടി എന്തും പടച്ചുവിടാൻ മടിയില്ലാത്ത, ആരുടെയും സ്വകാര്യതകൾ പോലും നോക്കാതെ ഇടിച്ചു കയറാൻ മടിയില്ലാത്ത രീതിയിലുള്ള ഒരുതരം മനോവൈകല്യം ഇന്നത്തെ മീഡിയാസിനുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സലീം കുമാറിന്റെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ മീഡിയാസിന്റെ അതിരുകയറ്റവും അദ്ദേഹത്തിന്റെ മകൻ ചന്തു, അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്, ദേഷ്യപ്പെടുന്ന അവസ്ഥ വന്നു. കാരണം അവിടെ ഒരച്ഛന്റെ സംസ്കാരം നടക്കാണ്, അവിടെ എല്ലാ അതിരും ലംഘിച്ചിട്ട് അവരുടെ എന്താ പറയാ സങ്കടമൊന്നും മനസ്സിലാക്കാതെ ഇടിച്ചു കയറിയിട്ട്, അത് ഒരു ന്യൂസിന് വേണ്ടി, ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറിയിട്ട് അവരുടെ വിഷമോ സാഹചര്യം മനസ്സിലാക്കാത്ത രീതിയിൽ പെരുമാറുന്ന ആ ഒരു സാഹചര്യം, ആ ഒരു പശ്ചാത്തലം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ അതിനെതിരെ ഒരു നിയമം സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് കടന്ന രീതിയിലുള്ള മീഡിയാസിന്റെ പെരുമാറ്റത്തിനെതിരെ വ്യക്തമായൊരു നിയമ നടപടി അല്ലെങ്കിൽ നിയമം ഇപ്പൊ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എത്രത്തോളം പ്രാബല്യത്തിലാവുന്ന അറിയില്ല. നല്ല കാര്യം. ആ ഒരു സംഘർഷം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ വേണ്ടി വന്നു ഈ ഒരു നിയമം വരാൻ. അതിനു മുന്നേ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഈ മീഡിയാസ് ഇപ്പോൾ നമുക്കറിയാം, നമ്പി നാരായൺ മുൻ ISROയുടെ ചെയർമാനാണ്. അയാളെ പേരിൽ ഇല്ലാത്ത കള്ളക്കേസ് കുടുക്കി, അയാളെ പേരിൽ എന്തൊക്കെയാണ് പടച്ചുവിട്ട് പേര് വിട്ടത്. അന്ന് ഇത്ര മീഡിയ ഇല്ല, അന്നത്തെ പത്രമാധ്യമങ്ങൾ. എന്നിട്ട് അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞ് രാജ്യം അയാളെ പത്മഭൂഷണൊക്കെ കൊടുത്ത് ആദരിച്ചു. എന്നിട്ട് അയാൾക്ക് എന്ത് പറ്റിയെന്നോ അത് തിരിച്ചെഴുതാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ആയില്ല. എത്രയോ മനുഷ്യന്മാരെ കുറിച്ച് നമ്മളെപ്പോഴും ഈ മീഡിയാസിന്റെ വാർത്തകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ചിന്തിക്കണം, ഇത് സത്യമാണോ, ഇതിൽ ശരിയുണ്ട്. നമ്മൾ അപ്പാടി വീങ്ങാൻ പാടില്ല. നമുക്കൊരു ഗഡ്സ് ഉണ്ട്, നമുക്കൊരു ചിന്തയുണ്ട്. ആ ചിന്തയും ഗഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കണം, എന്നിട്ടേ വിശ്വസിക്കാൻ പാടുള്ളൂ. കാരണം എത്രയേറെ ആളുകളെയാണ് ഈ മീഡിയാസ് അതിലൂടെ തേജോവധം ചെയ്യുന്നതും എന്താ പറയുക, പരസ്യമായി അപഹസിക്കുന്നതും അവരുടെ സ്വകാര്യത ലംഘിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരാൾക്ക് വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലായത്. മീഡിയ, അതായത് പത്രമാധ്യമം എന്ന് പറയുന്ന സാധനത്തിന് അതിവിടെ വേണം. ഇപ്പോ എന്താ പറയുക, പത്രധർമ്മം എന്ന് പറഞ്ഞാൽ അതൊരു പത്രസ്വാതന്ത്ര്യത്തെ അത് വേണം, അത് വേണ്ടെന്നല്ല. ചില അറിയാത്ത കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് പത്രത്തിന്റെ ധർമ്മം, മീഡിയാസിന്റെ ധർമ്മം. അപ്പോൾ ആ അറിയാത്ത കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കണം, അത് നല്ല കാര്യം. എത്തിക്കേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ പറയുന്ന കാര്യങ്ങൾ അതിന് മര്യാദയുണ്ട്, അച്ചടക്കമുണ്ട്. എന്ത് കാര്യം പറയുന്ന മറ്റുള്ളവരുടെ സ്വകാര്യത ലംഘിക്കുക, അതിനൊക്കെ ഒരു മര്യാദയും ചിട്ടവട്ടുണ്ട്. അതൊക്കെ ലംഘിച്ചിട്ടുള്ള പ്രവർത്തനത്തെ അംഗീകരിക്കാൻ തീരെ പറ്റില്ല. അതിനെതിരെ ഇപ്പോഴുള്ള ഈ നിയമം, അതായത് ശ്രീകുമാറിന്റെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട ആ ഇഷ്യൂസ് വന്നപ്പോൾ ഇപ്പൊ പുതിയ നിയമം സർക്കാർ പാസ്സാക്കിയിട്ട് അത് ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്തി ഇനി ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു എന്താ പറയുക ദുഃഖകരമായ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാവാതിരിക്കട്ടെ. ഇവിടെയുള്ള ഓരോ ആളുകളും പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. മീഡിയ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തിന്റെ കിടപ്പുറയിലോ അല്ലെങ്കിൽ അവന്റെ സ്വകാര്യതയിലോ വീട്ടിൽ ക്യാമറ വെക്കുന്നതല്ല മീഡിയ, പത്രധർമ്മം. എന്തിനും ഒരു മര്യാദയുണ്ട്, ഒരു അച്ചടക്കമുണ്ട്. അത് മനസ്സിലാക്കാൻ ഇവിടെയുള്ള മീഡിയ മുതലാളിമാരും പത്രമാധ്യമങ്ങളും എന്താ പറയാ ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇവർക്കെതിരെ ആരും ഇങ്ങനെ ഇവർ സഹിക്കുമോ? ഇവരെ സ്വകാര്യതയിൽ ക്യാമറ വെച്ച് പോയത്. അപ്പൊ കുറച്ചെങ്കിലും പക്വത കാണിക്കണം, മറ്റുള്ള മനുഷ്യന്മാരെ മനസ്സിലാക്കണം. പത്രധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു അതിരുണ്ട്, ഒരു മര്യാദയുണ്ട്. അത് പാലിക്കാൻ നിങ്ങൾ പഠിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.